ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ, കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നതിൽ കോൺഗ്രസിന് മുന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? തടസ്സങ്ങളൊന്നുമില്ല. കാരണം സത്യത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പാർട്ടിക്ക് ആദ്യമേ പരാതി കിട്ടാത്തത് കൊണ്ടാണ് പാർട്ടിക്ക് ഒരു നടപടി എടുക്കുന്നതിന് താമസം ഉണ്ടായത്. പക്ഷെ ഇപ്പോ ഈ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ, ആ വാർത്തകൾക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി, പാർട്ടിക്ക് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല പറയുന്ന വ്യക്തി. ആ സാഹചര്യത്തിൽ ഈ വിഴുപ്പ് കോൺഗ്രസ് പാർട്ടി ചുമക്കേണ്ട ഒരു കാര്യവുമില്ല. വ്യക്തികൾ ചെയ്ത തെറ്റ് അവർ തന്നെ അനുഭവിക്കണം. ഒന്നെങ്കിൽ രാജിവെച്ചു പോവുക, ഇല്ലെങ്കിൽ പാർട്ടി നടപടി സ്വീകരിക്കുക. ഇതാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. അല്ല, ഇതിലൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നതിലൊരു ആശങ്കയുണ്ടോ കോൺഗ്രസിന്? ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതിനെക്കുറിച്ച് മാത്രം ഇപ്പൊ നമുക്ക് ആശങ്ക കൊടുക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് നമുക്ക് വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പാർട്ടി ഇങ്ങനെ പ്രതിരോധത്തിലാകേണ്ട ഒരു കാര്യവുമില്ല. ഏതെങ്കിലും ലക്ഷക്കണക്കിന് ആളുള്ള ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ, അതിന് നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ആ വ്യക്തി അതിനകത്ത് പാർട്ടിയുടെ നിർദ്ദേശം അംഗീകരിച്ച് രാജിവെച്ചു പോകാൻ തയ്യാറാകണം. ഇല്ല എങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കണം. പാർട്ടിക്കുള്ളിലെ ഒരു വിഴുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് ഇപ്പോൾ പൂർണ്ണമായും പാർട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. പാർട്ടി അതിനകത്ത് അല്ലെങ്കിൽ കൃത്യമായി ക്ലാരിറ്റി പറയണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളത് ചലഞ്ച് ചെയ്യട്ടെ. ചലഞ്ച് ചെയ്താൽ ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കാം. കാരണം ഒരു വ്യക്തിയെ അങ്ങനെ തള്ളിക്കളയാൻ ഞങ്ങളില്ല. ഈ പറഞ്ഞിരിക്കുന്ന പുറത്തു വരുന്ന വാർത്തകളൊന്നും ശരിയല്ല എങ്കിൽ കൃത്യമായി അതിന് മറുപടി പൊതുസമൂഹത്തോട് പറയണം. പാർട്ടിയെ ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്തുന്നില്ല എങ്കിൽ പിന്നെ ഈ സ്ഥാനത്തിരിക്കാനും പാർട്ടിയിൽ തുടരാനും അർഹതയില്ല. യാതൊരു സംശയവുമില്ല. അല്ല, ഇനിയിപ്പോൾ അതിൽ ഒരു വിശദീകരണം രാഹുലിൽ നിന്ന് തേടിയ ശേഷമേ ഒരു രാജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരികയുള്ളൂ. വിശദീകരണത്തിന് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പാർട്ടി നേരത്തെ തന്നെ ചോദിക്കുന്നത്. ഇതേവരെ വിശദീകരണം പാർട്ടിക്ക് കൊടുത്തിട്ടില്ല. പാർട്ടിക്ക് കൃത്യമായ വിശദീകരണം കൊടുത്ത് കൃത്യമായ പാർട്ടിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളൂ പാർട്ടിക്ക്. അതില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ഇപ്പോൾ ഇവിടെ നിന്ന് രാജിവെച്ച് പോകാൻ പറയണം, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കണം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്നലെ വൈകിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനം ഒക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നു. തനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, ചിലത് പറയാനുണ്ട് എന്നായിരുന്നു. പക്ഷെ പിന്നീട് അത് അവസാന നിമിഷം അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അത് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ പാർട്ടിയെയും അറിയിച്ചിട്ടില്ലെന്നാണോ? അത് പറയാനുള്ള ഈ പറഞ്ഞിട്ടുള്ള പുതിയതായി ഈ പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടിയിൽ നിന്ന് ചോദിച്ചിട്ട് അതിനകത്തൊരു ക്ലാരിറ്റി, ഒരു വിശദീകരണം നൽകിയിട്ടില്ല, ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല ഒരു കാര്യങ്ങൾക്കും. ഇത് കൊടുക്കാത്ത സാഹചര്യത്തിൽ പാർട്ടി എന്തിനു പ്രതിരോധത്തിൽ നിൽക്കണം? ഒരു വ്യക്തിക്ക് വേണ്ടി എത്രയോ വർഷമായി നിൽക്കുന്ന ഒരു പാർട്ടി, ഈ കേരള സമൂഹമില്ല, ഇന്ത്യ മുഴുവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പാർട്ടി ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്നും അങ്ങനെ പാർട്ടിയൊന്നും പിന്നെ പ്രതിരോധത്തിലാവാൻ പറ്റില്ല. ഈ വിഴുപ്പ് വേണ്ടെന്ന് വെച്ചാൽ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ വിവാദങ്ങളിൽ നിന്ന് കോൺഗ്രസ് പൂർണ്ണമായും മുക്തമാകും എന്നാണോ കരുതുന്നത്? അത് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നല്ലോ, ഒരു പാർട്ടിയിലൂടെ ഒരു വ്യക്തി ചെയ്തിരിക്കുന്നല്ലേ. എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. ഇതാ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇതുപോലെ ഒരു വലിയ ആക്ഷേപം വന്നിരിക്കുന്ന, കേസെടുത്ത് അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ ലോക്സഭയ്ക്ക് മത്സരിപ്പിച്ച വ്യക്തി പാർട്ടിയത്. എല്ലാ പാർട്ടിയിലും ഉണ്ട്. BJP-ക്കകത്ത് കഴിഞ്ഞ ദിവസമൊക്കെ വന്നിട്ടില്ലേ? BJP-ക്കകത്ത് പോക്സോ കേസ് പ്രതിയായ പാർട്ടിയുടെ അവരുടെ ഏറ്റവും വലിയ ഹൈക്കമാൻഡിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ കൃത്യമായ ക്ലാരിറ്റി കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇത് കുറച്ചുകൂടെ ഒരു വിശാല ജനാധിപത്യം, എല്ലാവരും പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. രാഹുലിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരാൻ വല്ലാതെ വൈകിപ്പോയി എന്ന് വിമർശനം ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഈ വരുന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി രാഹുൽ നൽകാത്തിടത്തോളം കാലം അത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. ആ പാർട്ടിക്ക് ആ വിഴുപ്പ് ചുമക്കേണ്ട കാര്യമില്ല. പാർട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ രാജിവെക്കാൻ ആവശ്യപ്പെടാം. പാർട്ടിക്ക് കേൾക്കുന്നില്ല എങ്കിൽ നടപടി സ്വീകരിക്കാം. നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ പ്രതികരിച്ചു.